ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലോസ് ഓഫ് എനർജീസ് ഇൻ പൈപ്പ് അല്ലെങ്കിൽ ലോസ് ഓഫ് ഹെഡ്സ് ഇൻ പൈപ്പ്. ഒരു പൈപ്പിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് എനർജി ലോസസ് സംഭവിക്കാറുണ്ട്. എന്തെല്ലാം തരത്തിലാണ് എനർജി ലോസസ് സംഭവിക്കുന്നത്, അത് നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഫ്ലൂയിഡ് ഫ്ലോയിനകത്ത് പ്രധാനമായും രണ്ട് തരത്തിലുള്ള ലോസസ്സാണ് സംഭവിക്കാറുള്ളത്. ഒന്ന് മേജർ ലോസ് അല്ലെങ്കിൽ പ്രൈമറി ലോസ് എന്ന് പറയും. രണ്ടാമത്തുള്ളത് മൈനർ ലോസ് അല്ലെങ്കിൽ സെക്കൻഡറി ലോസസ് നമുക്ക് പറയാം. മേജർ ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ മൂലമുണ്ടാവുന്ന എനർജി ലോസസിനെയാണ് നമ്മൾ മേജർ ലോസ് അല്ലെങ്കിൽ പ്രൈമറി ലോസസ് എന്ന് പറയാം. സോ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ. നമുക്ക് ഈ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രധാനമായും രണ്ട് സയൻറ്റിസ്റ്റുകൾ അതിനുവേണ്ടി ഫോർമുലാസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡാർസി-വിസ്ബാച്ച് ഫോർമുല, രണ്ട് ചെസിസ് ഫോർമുല. എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയി തന്നെ നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാം. ദെൻ സെക്കൻഡ് കൈൻഡ് ഓഫ് ലോസ് ആണ് സെക്കൻഡറി ലോസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളതിനെ മൈനർ ലോസസ് എന്ന് പറയും. ഈ മൈനർ ലോസസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിക്ഷൻ അല്ലാതെ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടുണ്ടാവുന്ന ലോസസിനെയാണ് നമ്മൾ മൈനർ ലോസസ് എന്ന് പറയുന്നത്. ഇതൊരു മൈനർ ലോസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നീളം കൂടിയ പൈപ്പിനകത്തൊന്നും നമ്മൾ ഇത്തരം ലോസസുകൾ കൺസിഡർ ചെയ്യാറില്ല, അത് നെഗ്ലക്റ്റ് ചെയ്യാറാണ് സാധാരണ ചെയ്യാറുള്ളത്. പക്ഷേ ഷോർട്ട് പൈപ്പിനകത്ത് നമ്മൾ ഇത്തരം ലോസസ് കൂടി കൺസിഡർ ചെയ്യാറുണ്ട്. ഏതെല്ലാമാണ് മൈനർ ലോസസ് എന്ന് നമുക്ക് നോക്കാം. ഒന്ന് ലോസസ് അറ്റ് എൻട്രി, അതായത് പൈപ്പിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് അതിനകത്ത് കുറച്ചൊരു എനർജി ലോസ് സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ലോസസ് ഡ്യൂ ടു സഡൻ എൻലാർജ്മെൻറ്റ് ഇൻ പൈപ്പ് ക്രോസ് സെക്ഷൻ. ലാർജ് ഡയമീറ്ററുള്ള ഒരു പൈപ്പിലേക്ക് സ്മോൾ ഡയമീറ്ററുള്ള പൈപ്പിൽ നിന്ന് കണക്ഷൻ വരുന്ന സമയത്ത് അവരുടെ ഒരു ഡയമീറ്റർ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കൈനറ്റിക് എനർജി പ്രഷർ എനർജിയായി കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. സോ അവിടെ സം കൈൻഡ് ഓഫ് എനർജി ലോസസ് സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ലോസസ് ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ, അതായത് ഡയമീറ്റർ ലാർജർ ഡയമീറ്ററിൽ നിന്ന് ഷോർട്ടസ്റ്റ് ഡയമീറ്ററിലേക്ക് അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ കുറയുന്ന സമയത്ത് ഉണ്ടാകുന്ന എനർജി ലോസസാണ് ലോസസ് ഡ്യൂ ടു സഡൻ കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ലോസസ് ഡ്യൂ ടു ചേഞ്ച് ഓഫ് ഡിറക്ഷൻ. നമ്മൾ പൈപ്പിൻ്റെ ഫിറ്റിങ്സുകളൊക്കെ ഉപയോഗിച്ച് അതിനകത്ത് ഡയറക്ഷൻ ചേഞ്ചസ് വരുത്തുന്ന സമയത്ത് ബൈ യൂസിങ് ബെൻസ്, വൈ ജോയിൻറ്റ്സ്, ടി ജോയിൻറ്റ്സ്, എൽബോ, അപ്പോൾ ഇങ്ങനെ ഓരോ ജോയിൻറ്റ്സ് കൊടുക്കുമ്പോഴൊക്കെ അതിനകത്ത് ഫ്ലൂയിഡ് ഫ്ലോൻ്റെ എനർജിനകത്ത് ലോസസ് വരുന്നുണ്ട്. ദെൻ ലോസസ് ഡ്യൂ ടു ഒബ്സ്ട്രക്ഷൻ ഇൻ ദ പാത്ത് ഓഫ് ഫ്ലോ. നമുക്കറിയാം പൈപ്പിനകത്തൊക്കെ സ്കെയിൽസ് ഫോർമേഷൻ കുറേ കാലം കഴിഞ്ഞാൽ അതിനകത്ത് ഈ സോളിഡ് പാർട്ടിക്കിൾസ് ആയാലും പൈപ്പിനകത്തുള്ള എന്തെങ്കിലും മെറ്റീരിയൽ പാർട്ടിക്കിൾസൊക്കെ കാലക്രമേണ ദ്രവിച്ച് അതിനകത്ത് അക്യൂമുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെ ഒബ്സ്ട്രക്ഷൻ മൂലം എന്ത് ചെയ്യും, പൈപ്പിനകത്ത് കൂടെ ഉണ്ടാകുന്ന ഫ്ലോയിൽ എനർജി ലോസ് സംഭവിക്കാറുണ്ട്. ദെൻ ലോസസ് അറ്റ് ദ എക്സിറ്റ് ഓർ ഔട്ട്ലെറ്റ്. ലിക്വിഡ് പുറത്തേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ചെറിയ ചെറിയ ലോസസ്സാണ് ലോസസ് അറ്റ് എക്സിറ്റ് എന്ന് പറയുന്നത്. ഇതാണ് പ്രധാനമായിട്ടുമുള്ള മൈനർ ലോസസ് അല്ലെങ്കിൽ സെക്കൻഡറി ലോസസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു ഫിഗറാണ് മൈനർ ലോസസ് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ പൈപ്പ് ഫിറ്റിങ്സുകൾ മൂലം ഉണ്ടാകുന്ന ലോസസ് അറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ്, സഡൻ എക്സ്പാൻഷൻ, സഡൻ കോൺട്രാക്ഷൻ, ഗ്രാജുവൽ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ, വാൾവുകൾ അതായത് ടാപ്പ് വാൾവുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ സഡനായിട്ട് ക്ലോസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്, ദെൻ ബെൻഡ്, ടീ പോലുള്ള പൈപ്പ് ഫിറ്റിങ്സുകൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജി ലോസസ്. ഇതെല്ലാമാണ് പ്രധാനമായിട്ടുമുള്ള മൈനർ ലോസസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു, നമുക്ക് മേജർ ലോസ് അല്ലെങ്കിൽ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടി പ്രധാനമായും രണ്ട് സയൻറ്റിസ്റ്റുകളുടെ ഫോർമുലാസാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡാർസി-വിസ്ബാച്ച് ഫോർമുല. അക്കോർഡിംഗ് ടു ഡാർസി-വിസ്ബാച്ച് ഫോർമുല, head loss due to friction HF equal to
4FLV² ഡിവൈഡഡ് ബൈ 2GD. ഇവിടെ എഫ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ഫാക്ടർ എന്ന് പറയും, അല്ലെങ്കിൽ ഡാർസീസ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ എന്നും പറയാറുണ്ട്. എൽ എന്ന് പറയുന്നത് പൈപ്പിൻ്റെ ലെങ്ത് ആണ് ഇൻ മീറ്റേഴ്സ്. വി ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ഫ്ലോ ഇൻ മീറ്റർ പെർ സെക്കൻഡ്. ജി ഈസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദെൻ ഡി ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്. ഇനി നമുക്ക് ഡിസ്ചാർജിൻ്റെ ടൈമിനകത്തും നമുക്ക് വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇൻ ടേംസ് ഓഫ് ഡിസ്ചാർജ് ഓർ റേറ്റ് ഓഫ് ഫ്ലോ, ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ HF ഈക്വൽ ടു, അതായത് നമ്മൾ 4FLV² ഡിവൈഡ് ബൈ 2GD നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് പുതിയൊരു ഡിസ്ചാർജിൻ്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തതാണ്. അതിൻ്റെ ഫൈനൽ ഇക്വേഷനാണ് ഞങ്ങൾ പറയുന്നത്. HF ഈക്വൽ ടു 4FLQ² ഡിവൈഡഡ് ബൈ 3D⁵5. എഫ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഫ്രിക്ഷൻ ഫാക്ടർ ഓർ ഡാർസീസ് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ. എൽ ഈക്വൽ ടു ലെങ്ത് ഓഫ് പൈപ്പ്. ക്യൂ ഈക്വൽ ടു ഡിസ്ചാർജ് ഓർ റേറ്റ് ഓഫ് ഫ്ലോ. ആൻഡ് ഡി ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദ പൈപ്പ്. ഇതാണ് ഡാർസി-വിസ്ബാഗ് ഇക്വേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. ഷുവറായിട്ടും നിങ്ങൾക്ക് പാർട്ട് സിയിലൊക്കെ ഇത് ഉപയോഗിച്ചുള്ള പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു ഫോർമുലയാണ് ചെസീസ് ഫോർമുല. ചെസീസ് ഫോർമുല നമ്മൾ പൈപ്പിലൂടെ ഉണ്ടാവുന്ന ഫ്ലൂയിഡ് ഫ്ലോയുടെ മീൻ വെലോസിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനാണ്. അതുപയോഗിച്ച് നമുക്ക് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷനും ഫൈൻഡ് ഔട്ട് ചെയ്യാം. സോ മീൻ വെലോസിറ്റി വി ഈക്വൽ ടു C√MI. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെസീസ് കോൺസ്റ്റൻ്റ് ആണ്. എം എന്ന് പറയുന്നത് ഹൈഡ്രോളിക് മീൻ ഡെപ്താണ്. ഹൈഡ്രോളിക് മീൻ ഡെപ്താണ് നമ്മൾ എം എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. സോ അത് നമുക്കൊരു യൂണിഫോം ക്രോസ് സെക്ഷനുള്ള ഒരു സർക്കുലർ പൈപ്പിനകത്ത് എം എന്ന് പറയുന്നത് D/4 ആയിരിക്കും. ഡി എന്ന് പറഞ്ഞാൽ ഡയമീറ്റർ ഓഫ് പൈപ്പാണ്. ദെൻ ലെറ്റർ 4 അത് വെച്ചിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഓഫ് ഹെഡ് പെർ യൂണിറ്റ് ലെങ്ത്ത്. യൂണിറ്റ് ലെങ്ത്തിൽ എത്ര ഹെഡ് ലോസ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ ലോസ് ഓഫ് ഹെഡ് എന്ന് പറയുന്നത് HF ആണ്. സിമിലർലി എൽ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് പൈപ്പ്. ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് നോക്കാം. ഫൈൻഡ് ദ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ എ പൈപ്പ് ഓഫ് 500 mm diameter and 1.5 km long. The velocity of water in the pipe is 1 meter per second. Take the coefficient of friction as 0.05. ഇതിനകത്ത് ഗിവൺ പാരാമീറ്റേഴ്സ് നോക്കുക. പൈപ്പിൻ്റെ ഡയമീറ്റർ നമുക്ക് ക്വസ്റ്റ്യനിനകത്ത് തന്നിട്ടുണ്ട് 500 mm. അതിനെ നമ്മൾ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ 500 ഡിവൈഡ് ബൈ 100 വിച്ച് ഈസ് ഈക്വൽ ടു 500 ഡിവൈഡ് ബൈ 1000 വിച്ച് ഈസ് ഈക്വൽ ടു 0.5 meters. Then length of pipe equal to 1.5 kilometers. കിലോമീറ്റേഴ്സിനെ നേരെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1500 meter. Then velocity of flow ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1 meter per second. And also coefficient of friction F equal to 0.05. നമുക്കറിയാം ഡാർസി-വിസ്ബാഗ് ഇക്വേഷൻ ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ HF ഈക്വൽ ടു 4FLV² ഡിവൈഡ് ബൈ 2GD. ഇതിൽ എല്ലാ പാരാമീറ്റേഴ്സും ക്വസ്റ്റ്യനകത്ത് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. F ഈക്വൽ ടു 0.05, L ഈക്വൽ ടു 1500, V ഈക്വൽ ടു 1 ആൻഡ് G ഈക്വൽ ടു 9.81, ഡയമീറ്റർ ഈക്വൽ ടു 0.5. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഡയറക്റ്റായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ആൻസർ ഈക്വൽ ടു 30.58 meters ഓഫ് വാട്ടർ. ഒരു ഡിസ്ചാർജ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം.
Calculate the discharge through the pipe of diameter 150 mm when the difference of pressure head between two ends of a pipe 400 meter apart is 5.62 meters of water. Take the value of F as 0.008. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന പാരാമീറ്റേഴ്സ് നോക്കാം. ഡയമീറ്റർ D ഈക്വൽ ടു 150 mm, അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.15 meters. ലെങ്ത് ഓഫ് പൈപ്പ് L ഈക്വൽ ടു 400 meter. ദെൻ ഡിഫറൻസ് ഓഫ് പ്രഷർ ഹെഡ് അതായത് HF നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 5.62 meters. ദെൻ കോഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ F ഈക്വൽ ടു 0.008. അപ്പോൾ നമ്മളെ ഡിസ്ചാർജ് ബേസിലുള്ള ഡാർസി വിസ്ബാഗ് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഇവിടെ ക്വസ്റ്റ്യനിൽ ഡിസ്ചാർജാണ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ HF ഈക്വൽ ടു 4F² ഡിവൈഡ് ബൈ 3D റേസ് ടു 5. അതിനകത്ത് ക്യൂവിനെ ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം, ബാക്കി എല്ലാ ടേംസിനെയും നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ദെർഫോർ Q ഈക്വൽ ടു റൂട്ട് ഓഫ് HF ഇൻറ്റു 3D റേസ് ടു 5 ഡിവൈഡ് ബൈ F ഇൻറ്റു L. അപ്പോൾ എല്ലാ പാരാമീറ്റേഴ്സും ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ട്. HF ഈക്വൽ ടു 5.62, ദെൻ 3 ഇൻറ്റു ഡയമീറ്റർ ഈക്വൽ ടു 0.15, സോ 0.15 ഓൾ റേസ് ടു 5 ഡിവൈഡഡ് ബൈ F ഈക്വൽ ടു 0.008 ആൻഡ് L ഈക്വൽ ടു 400. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇറ്റ് ഈസ് 0.02 meter cube per second, which is equal to 20 liters per second. Then സെയിം കേസ് ഒരു സാമ്പിൾ പ്രോബ്ലം നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ചെസീസ് ഫോർമുലയും ഡാർസി വിസ്ബാഗ് ഫോർമുലയും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് of 250 mm in diameter and 100 meter of long with a velocity 2.5 meter per second. Find the head loss due to friction using Darcy formula and Chassis formula. Assume F equal to 0.005 and C equal to 55. So ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന പാരാമീറ്റേഴ്സ് നമുക്ക് നോക്കാം. ഡയമീറ്റർ ഓഫ് പൈപ്പ് ഈക്വൽ ടു 250 mm, അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.25 meters. ലെങ്ത് ഓഫ് പൈപ്പ് L ഈക്വൽ ടു 10 meters. ദെൻ വെലോസിറ്റി ഓഫ് ഫ്ലോ V ഈക്വൽ ടു 2.5 meter per second. കോഷ്യൻ്റ് ഓഫ് പൈപ്പ് ഫ്രിക്ഷൻ F ഈക്വൽ ടു 0.005. ചെസീസ് കോൺസ്റ്റൻറ്റ് C ഈക്വൽ ടു 55. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. സോ അക്കോർഡിംഗ് ടു ഡാർസി വിസ്ബാഗ് ഇക്വേഷൻ HF ഈക്വൽ ടു 4FLV² ഡിവൈഡ് ബൈ 2GD. നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 4 ഇൻറ്റു F ഈക്വൽ ടു 0.005, L ഈക്വൽ ടു 100 ആൻഡ് V ഈക്വൽ ടു 2.5. സോ 4 ഇൻറ്റു 0.005 into 100 into 2.5 square divided by 2GD, that is 2 into 9.81 into 0.25. സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഡയറക്റ്റായിട്ട് ആൻസർ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 2.548 meters ഓഫ് വാട്ടർ. ഇനി നമുക്ക് സെയിം കേസ് ചെസീസ് ഫോർമുല യൂസ് ചെയ്തിട്ട് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കാം. ചെസീസ് ഫോർമുലയ്ക്കകത്ത് നമ്മൾ പറയും യൂണിഫോം ക്രോസ് സെക്ഷനാണ്, അതുകൊണ്ട് തന്നെ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് M ഈക്വൽ ടു D/4, ദാറ്റ് ഈസ് 0.25 ഡിവൈഡ് ബൈ 4 വിച്ച് ഈസ് ഈക്വൽ ടു 0.0625 meters. ദെൻ ലോസ് ഓഫ് ഹെഡ് പെർ യൂണിറ്റ് ലെങ്ത് I ഈക്വൽ ടു HF/L. HF ഡിവൈഡ് ബൈ ലെങ്ത് ഓഫ് പൈപ്പ് ഈക്വൽ ടു 100. നമുക്ക് ചെസീസ് ഫോർമുലയ്ക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ചെസീസ് ഫോർമുലയ്ക്കകത്ത് മീൻ വെലോസിറ്റി V ഈക്വൽ ടു C√MI, ദാറ്റ് ഈസ് വെലോസിറ്റി ഈക്വൽ ടു 2.5 വിച്ച് ഈസ് ഈക്വൽ ടു
55 into root of 0.0625 into HF divided by 100. ഇതിനകത്ത് നിന്ന് എച്ച് എഫിനെ നമുക്ക് ഇക്വേഷൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം, ബാക്കി എല്ലാ ടേംസിനെയും നമുക്ക് ഇക്വേഷൻ്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. സോ റൂട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇക്വേഷൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് സ്ക്വയർ ചെയ്യാം. സോ 2.5 divided by 55 square into 100 divided by 0.0625 which is equal to 3.306 meters of water. ഓക്കെ, നമുക്ക് ഇതുപോലെ ഡാർസി-വിസ്ബാക്ക് ഇക്വേഷൻ ഉപയോഗിച്ചും ചെസീസ് ഫോർമുല ഉപയോഗിച്ചും ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. ദെൻ ഒരു സാമ്പിൾ പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. വാട്ടർ ഈസ് ഫ്ലോയിങ് ത്രൂ എ പൈപ്പ് 200 mm diameter, 60 meter long with velocity of 2.5 meter per second. Find the head loss due to friction by using Darcy's formula if F equal to 0.005, by using Chessie's formula C equal to 55. ക്വസ്റ്റ്യനിൽ തന്ന പാരാമീറ്റേഴ്സ് നോക്കാം. Diameter of pipe D equal to 200 mm which is equal to 0.2 meters. Length of pipe L equal to 60 meter. Velocity of flow V equal to 2.5 meter per second. Coefficient of friction F equal to 0.005. Chessie's constant C equal to 55. ഇത്രയും പാരാമീറ്റേഴ്സാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റായിട്ട് തന്നിട്ടുള്ളത്. സോ നമുക്ക് ഇക്വേഷനകത്ത് ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ ലഭിക്കും. ഫസ്റ്റ് പാർട്ട്, ബൈ യൂസിങ് ഡാർസീസ് ഇക്വേഷൻ, ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ HF ഈക്വൽ ടു 4FLV² ഡിവൈഡ് ബൈ 2GD വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു F ഈക്വൽ ടു 0.005, L equal to 60, V equal to 2.5, G equal to 9.81 and D equal to 0.2. നമുക്ക് ക്വസ്റ്റ്യൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4 ഇൻറ്റു 0.005 ഇൻറ്റു 60 ഇൻറ്റു 2.5 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9.81 ഇൻറ്റു 0.2 വിച്ച് ഈസ് ഈക്വൽ ടു, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.911 meters of water. Similarly, by using Chessie's formula, we have C equal to 55, then hydraulic mean depth M equal to D by 4, where D equal to 0.2, so M equal to 0.2 divided by 4 which is equal to M equal to 0.05 meters. Then loss of head per unit length I equal to HF divided by L, where L equal to length of the pipe which is 60 meter, so I equal to HF by 60. Then using Chessie's formula, V equal to C root MI, 2.5 equal to 55 into root of 0.05 into HF divided by 60. Then നമുക്ക് ഇക്വേഷനകത്തുള്ള റൂട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടി ഓപ്പോസിറ്റ് സൈഡ് സ്ക്വയർ ചെയ്യാം. ദെൻ HFനെ ടുവേർഡ്സ് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക, ബാക്കി എല്ലാ ടേംസിനെയും ടുവേർഡ്സ് റൈറ്റിലേക്ക് കൊണ്ടുവരിക. HF ഈക്വൽ ടു 2.5 divided by 55 whole square into 60 divided by 0.05 which is equal to 2.47 meters of water. ഇങ്ങനെ നമുക്ക് ഡാർസി-വിസ്ബാക്ക് ഇക്വേഷൻ വെച്ചും ചെസ്സീസ് ഫോർമുല ഉപയോഗിച്ചും ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.